എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു ലിവിങ് സ്പേസ് വേണം എന്നുള്ളത്. കാര്യം അവിടെ ആൻസി ചേട്ടൻ ഒറ്റമോനാണ്, അത് ഞങ്ങൾക്കുള്ളതാണ്. ഇതും ഞങ്ങളുടെ വീടാണ്. ഇപ്പം എന്റെ വീടെന്നും പറയുന്നില്ല, മമ്മിയുടെ ഡാഡിയുടെ വീടെന്ന് പറയുന്നില്ല, ചേട്ടന്റെ വീടെന്നും പറയുന്നില്ല. ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നവും ഞങ്ങളുടെ എല്ലാവരുടെയും അധ്വാനവും ഉള്ള വീട്. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു ലിവിങ് സ്പേസ് വേണം എന്നുള്ളത്. കാര്യം അവിടെ ആൻസി ചേട്ടൻ ഒറ്റമോനാണ്, അത് ഞങ്ങൾക്കുള്ളതാണ്. ഇതും ഞങ്ങളുടെ വീടാണ്. ഇപ്പം എന്റെ വീടെന്നും പറയുന്നില്ല, മമ്മിയുടെ ഡാഡിയുടെ വീടെന്ന് പറയുന്നില്ല, ചേട്ടന്റെ വീടെന്നും പറയുന്നില്ല. ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നവും ഞങ്ങളുടെ എല്ലാവരുടെയും അധ്വാനവും ഉള്ള വീടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ വീടാണ്. അവിടെയും എന്റെ എന്ന് പറയാനുള്ളൊരു ഗ്യാപ്പ് ഇല്ല. ഞങ്ങളുടെ വീടാണ്, അവിടെയും ഞങ്ങളുടെ വീടാണ്. പക്ഷെ എന്റെ എന്ന് പറയാനായിട്ട് എന്തെങ്കിലും വേണം, എന്റെ ഇഷ്ടത്തിന് ഉള്ള എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ എന്റെ എന്ന് പൂർണ്ണമായിട്ട് പറയാവുന്ന രീതിയിൽ എന്തെങ്കിലും വേണം. ഒരു ലിവിങ് സ്പേസ് എന്നുള്ളത് എന്റെ കുറച്ച് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ഉടനടി വേണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എപ്പോഴെങ്കിലുമൊക്കെ വേണം, അത്രേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ പോലും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് എന്തോ ഒരു സ്വപ്നം വന്നു പോയ പോലെ ഇപ്പോ എന്റെ എന്ന് പറയാൻ എനിക്കും ഒരു ലിവിങ് സ്പേസിനുള്ള തുടക്കം ഞാൻ ഈ 2024 ചെയ്തത്. കാര്യം നെക്സ്റ്റ് ഇയർ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് അതിന്റെ കയ്യിലേക്ക്, അതായത് പണിയൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ, കയ്യിലേക്ക് കിട്ടുള്ളൂ. പക്ഷെ എന്റെ ലൈഫിലെ വലിയൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു ഈ ഒരു സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബിസിനസ്. ഞാൻ ഇത്രയും നാള് ബിസിനസ് ഫാമിലി ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ഞാൻ കസ്റ്റമേഴ്സിനോട് സംസാരിച്ച് ഞാൻ അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടൊന്നും ചെയ്യാറില്ല. ഞങ്ങൾ പർച്ചേസിങ്ങിനൊക്കെ പോവും, ഇൻവോൾവ് ആണ് എങ്കിലും ഞാനൊരു കംപ്ലീറ്റ്ലി ഒരു വീട്ടിൽ മാത്രം സംസാരിക്കുന്ന, വീട്ടിൽ മാത്രം ഞങ്ങൾ 4 പേരിൽ ഒതുങ്ങുന്ന ബിസിനസ് സംസാരങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോ എനിക്ക് തോന്നി ഇത് പറ്റില്ല, കുറച്ചും കൂടി ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണമെന്ന് തോന്നിയപ്പോ ജസ്റ്റ് അതും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, വലിയ മോശമില്ലാത്ത രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഇപ്പൊ ശരിക്കും ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ഇതിലേക്ക് ഫുള്ളി ഇൻവോൾവ് ആയി. മമ്മി, ഡാഡി, ചേട്ടൻ, ഡിവൈൻ, ഈവൻ പിള്ളേര് പോലും, സത്യം പറഞ്ഞാൽ ഈ 3 പിള്ളേര് ഇവരാണ് ഒരു ദിവസം ലൈറ്റപ്പ് ചെയ്യുന്നത്. അപ്പം അവരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്റെ എല്ലാ സങ്കടങ്ങളിലും അല്ലെങ്കിൽ എന്റെ എല്ലാ ദേഷ്യങ്ങളിലും കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാതെ, ഞാൻ എന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഇത് സഹായം ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങള് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി ഒരുപാട് പേരുണ്ട്. ചിലപ്പോ അവര് കേൾക്കുന്നുണ്ടാവും, കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും ഞങ്ങളാണ്, തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ്. പലരും ഉണ്ട് കേട്ടോ, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പലരും എന്നെ ചേർത്ത് നിർത്തിയ ഒരുപാട് പേരുണ്ട്. നമ്മള് ചേർത്ത് നിർത്തുമെന്ന് കരുതിയ ഒരുപാട് പേര് അവഗണിച്ചവരുണ്ട്. അവരും ഇത് പലരും കാണുന്നുണ്ടാവും. അപ്പം ആരെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഏത് കാറ്റഗറി ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ഡിംപിൾ റോസ് എന്ന് പറഞ്ഞാൽ അവരുടെ ചാനലിനകത്ത് ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ 2024 അവർക്ക് എങ്ങനെ ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും ലൈഫിനകത്ത് പലരും ഇപ്പൊ ജോയിന്റ് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന പലരും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവര് ഒരു നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഈ അവർക്ക് പ്രൈവസി എന്ന് പറഞ്ഞ ഒരു സംഭവം അവിടെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് ഈ ജോയിന്റ് ഫാമിലികളും കാര്യങ്ങളൊക്കെ. കാര്യം അവിടെ ഇപ്പൊ നമ്മുടെ ബന്ധുക്കള് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു പ്രൈവസി എന്ന് പറഞ്ഞത് പാടാണ്. അപ്പൊ ആ ഒരു സംഭവം പുള്ളിക്കാരി ഉണ്ടാക്കിയെടുത്തു എന്നാണ് പറയുന്നത്. ഈ ഒരു 2024 പുള്ളിക്കാരിയുടേതായിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു എന്നാണ് പറയുന്നത്. ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് അതൊക്കെ കേട്ടപ്പോഴത്തേക്കും തോന്നിയത്. പിന്നെ നമ്മളിപ്പോൾ നന്നാവുമ്പോഴത്തേക്കും അത് കാണാനും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളവരൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിനകത്ത് നമ്മളെ വിമർശിക്കണേക്കാൾ ഉപരി നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ കുറ്റം പറയാനായിട്ടും വെറുതെ തെറി പറയാനായിട്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അവരെയൊക്കെ നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. കാര്യം പട്ടികൾ അവിടെ കിടന്ന് കുരയ്ക്കട്ടെ എന്നുള്ള ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ അവരെയൊക്കെ ഇഗ്നോർ ചെയ്ത് വിടാന്ന് മാത്രമേ അതിനകത്തൊക്കെ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ അതിനകത്ത് കയറി കൂടുതൽ റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയവും നമ്മുടെ എനർജിയും നമ്മുടെ ആ ഒരു സംഭവം വെറുതെ കളയാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതിനകത്തൊന്നും വേറെ പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഗുണവും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും അധികം റിയാക്ട് ചെയ്യാണ്ടിരിക്കാന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ അവരുടെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒരു നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്താണ് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോയുടെ കണ്ടിട്ട് അപ്പോൾ ഒരു ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കണ്ടിരിക്കും.